ചിത്രം സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്ന് രാവിലെ തന്നെ വിക്രമിൻ്റെ ഫോണിലേക്ക് ശ്രീനിവാസൻ സാർ വിളിക്കുന്നുണ്ട്. ആ കോൾ കട്ട് ചെയ്ത് വിക്രം ഉമ്മറത്തേക്ക് പോയി ഇരിക്കുമ്പോഴാണ് മാഷും കമലയും അങ്ങോട്ടേക്ക് വന്നത്. വിക്രമിൻ്റെ വിഷമമുള്ള മുഖം കണ്ടപ്പോൾ അവർക്ക് നല്ല സങ്കടമായിരുന്നു. എന്താടാ മോനെ, നീ ഇപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇന്നലെയും നീ എവിടെയും പോയില്ല. നീ ഇങ്ങനെ തളർന്ന വേദ തിരിച്ചു വരുമോ എന്ന് കമലമ്മ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. ആ കുട്ടി ഈ വീട്ടിലേക്ക് വന്ന അന്നു മുതൽ ഈ ശ്രീനിവാസൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും വഴക്കായിരുന്നില്ലേ? ആ ബന്ധം വേണ്ടെന്ന് അവൾ എത്ര തവണ നിന്നോട് പറഞ്ഞതാണ്. അപ്പോഴൊന്നും നീ കേട്ടില്ല. പകരം അയാളെ സപ്പോർട്ട് ചെയ്ത് അയാൾക്ക് വേണ്ടി നീ എന്ത് ചെയ്യാനും തയ്യാറായിരുന്നു. മാത്രമല്ല, അവളുടെ കഴുത്തിലെ താലി വരെ പൊട്ടിക്കാൻ നീ നോക്കിയതല്ലേ? അന്ന് അയാൾ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് നീ അത് ചെയ്യാഞ്ഞത്. എന്നിട്ടിപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഒരു കണക്കിന് പറഞ്ഞാൽ നീ തന്നെയാണ് അവൾ പോകാൻ കാരണം. അമ്മ പറഞ്ഞത് ശരിയാണെന്നും തൻ്റെ തെറ്റ് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും വിക്രം ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് വന്നാൽ തന്നെയും വേദ അത് വിശ്വസിക്കുമോ? അമ്മേ, എന്തായാലും അമ്മ കാപ്പി എടുത്ത് വെക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. അയാളെ കണ്ടിട്ട് എനിക്ക് ഇന്ന് തന്നെ എല്ലാം തീർപ്പാക്കണം. എൻ്റെ തെറ്റ് ഞാൻ തന്നെ തിരുത്തിക്കോളാം അമ്മേ, പോരെ എന്ന് വിക്രം ചോദിച്ചു. നീ അവളെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്ന് അമ്മ അത്ഭുതപ്പെട്ടപ്പോൾ ഞാൻ അറിയാതെ അവൾ എൻ്റെ മനസ്സ് കീഴടക്കി പോയി അമ്മേ. അവളെ ഓരോ നിമിഷവും ഞാൻ അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ അവളെ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു വിക്രം സങ്കടപ്പെട്ട് അകത്തേക്ക് പോയി. വിക്രം ഇത്രമാത്രം മാറുമെന്ന് ഞാൻ കരുതിയില്ല എന്നും ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ മാറ്റാൻ കഴിയുമെന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണെന്ന് മാഷ് പറഞ്ഞു. വേദ വന്നതോടുകൂടിയാണ് ഈ വീടിന് ഒരു വെളിച്ചം വന്നത്. അവൾ തിരികെ എത്തണമെന്നും തൻ്റെ ആഗ്രഹമെന്നും മാഷ് പറഞ്ഞു. കമലമ്മയും പറഞ്ഞു. ഉടനെ വിക്രം ശ്രീനിവാസനെ കാണാൻ പോയി. താൻ എവിടെയായിരുന്നു? എത്ര തവണ തന്നെ വിളിച്ചു? സാഹചര്യം മോശമായതുകൊണ്ടാണ് വീട്ടിലേക്ക് വരാത്തതെന്നും ശ്രീനിവാസൻ പറഞ്ഞു. എനിക്ക് സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. സാർ എന്നോട് ക്ഷമിക്കണം. എനിക്കിനി നിങ്ങളുടെ പാർട്ടിയുമായിട്ടോ മറ്റ് ഇടപാടുകളുമായിട്ടോ യാതൊരുവിധ ബന്ധവുമില്ല. എല്ലാം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയും. ഇത് കേട്ടതോടുകൂടി ശ്രീനിവാസൻ സാർ ഒന്ന് ഞെട്ടിപ്പോയി. തന്നെ വിട്ട് എങ്ങും പോകില്ല എന്ന് പറഞ്ഞവൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വേദയുടെ വാക്ക് കേട്ടാണോ എന്ന് അയാൾ ചോദിച്ചു. അല്ല, ഇതെൻ്റെ തീരുമാനമാണ്. വേദ തിരിച്ചു വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്നെ സഹായിച്ചതിനും കൂടെ നിന്നതിനും നന്ദിയുണ്ട് സാർ എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ വിക്രമിനെ പോലെ ഒരാളെ നഷ്ടപ്പെടുന്നത് ശ്രീനിവാസിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. അയാൾക്ക് ദേഷ്യവും വിഷമവും ഒരുപോലെ വന്നു. പിന്നാലെ വിക്രം തൻ്റെ രാജ്യവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തു. ഇത് കണ്ട് സ്വതയും ശ്രീനിവാസനും വേദയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. വീട്ടിൽ എല്ലാവരും ഇത് കണ്ട് സന്തോഷിക്കുമ്പോൾ നന്ദിനി മാത്രം ദേഷ്യത്തിലായിരിക്കും. ഈ പെണ്ണിന് വേണ്ടി വിക്രം ഇങ്ങനെ മാറിയത് അവൾക്കൊട്ടും പിടിച്ചില്ല. വിക്രം ഒന്നും കൊള്ളാത്തവനാണോ എന്ന് അവൾ വിനായകനോട് ചോദിച്ചപ്പോൾ വേദയുടെ സ്വഭാവം കൊണ്ടാണ് അവൻ അവളെ സ്നേഹിക്കുന്നതെന്നും അവളെപ്പോലെ ഒരു കുട്ടി ഈ ലോകത്ത് കിട്ടില്ല എന്നും വിനായകൻ മറുപടി കൊടുത്തു. ഇത് കേട്ടതോടുകൂടി നന്ദിനി നല്ല ദേഷ്യവും അസൂയയും തോന്നി. ഇതേ സമയം ദീപ്തി വിക്രമിൻ്റെ വീഡിയോ വേദയെ കാണിക്കാനായി ചെന്നു. വേദ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ എത്തിയത്. അവളുടെ ഫോൺ ദീപ്തി ഒന്ന് നോക്കി. അതിൽ ശ്രീനിവാസൻ്റെ നമ്പറിൽ നിന്നും ഒരുപാട് കോളുകൾ വന്ന് കണ്ട് അവൾക്ക് സംശയം തോന്നി. അച്ഛനെ കാണാതായ അന്നു മുതൽ അയാൾ വേദയെ വിളിക്കുന്നുണ്ടല്ലോ. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? രഹസ്യ സംഭാഷണമുണ്ടോ എന്നവൾ ചിന്തിച്ചു. അപ്പോഴേക്കും വേദ വന്നു. നീ എന്തിനാ എൻ്റെ ഫോൺ നോക്കുന്നതെന്ന് വേദ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ താൻ വെറുതെ നോക്കിയതാണെന്നും വേദ വിക്രമിൻ്റെ വീഡിയോ കാണണമെന്നും പറഞ്ഞു. ശ്രീനിവാസനുമായുള്ള ബന്ധം വിക്രം ഉപേക്ഷിച്ച വാർത്ത കേട്ട് വേദയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. വിക്രം ചേട്ടൻ ചേച്ചിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ? ഇനിയെങ്കിലും ആ പാവത്തിനിങ്ങനെ വേദനിപ്പിക്കാതെ ഒന്ന് തിരിച്ചു പോയിക്കൂടെ എന്ന് ദീപ്തി ചോദിക്കുകയാണ്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങളുടെ ബന്ധം ഞങ്ങൾ കാരണം തകരില്ല എന്ന് പറഞ്ഞു വേദ അവളെ പറഞ്ഞു വെച്ചു. എങ്കിലും ഉള്ളിൽ വലിയ സങ്കടത്തിലായിരുന്നു വേദ. ശ്രീകാന്ത് തൻ്റെ അമ്മായിച്ചുമായുള്ള ചന്ദ്രശേഖരനോട് വേദ തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട് എന്നും ഉടനെ തന്നെ വിവാഹമോചനം നടത്തണമെന്നും ദർശനമായിട്ടുള്ള കല്യാണം ഉടനെ നടത്തണമെന്നും ഒക്കെ പറയുന്നുണ്ട്. വേദയുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ നീക്കണമെന്നും അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. രാത്രി ശങ്കരനാരായണനോട് സംസാരിച്ച് വേദയ്ക്ക് വിക്രം പിരിയണമെന്നാണ് ആഗ്രഹമെന്നും അവൾ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു എന്നും അയാൾ കള്ളം പറഞ്ഞു. വിക്രം മാറിയ സ്ഥിതിക്ക് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാം ശങ്കരനാരായണൻ ചോദിച്ചു. എങ്കിലും ഇവിടെ രാത്രി ശങ്കരനാരായണനോട് സംസാരിച്ച്
വേദയ്ക്ക് വിക്രമിനെ പിരിയണമെന്നാണ് ആഗ്രഹമെന്നും അവൾ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു എന്നും അയാൾ കള്ളം പറഞ്ഞു. വിക്രം മാറിയ സ്ഥിതിക്ക് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കണമെന്ന് ശങ്കരനാരായണൻ ചോദിച്ചു. എങ്കിലും വേദയുടെ ഭാവിക്ക് ഇതാണ് നല്ലതെന്നും ശ്രീകാന്ത് പറഞ്ഞു. അയാൾ അങ്ങ് സമ്മതിപ്പിച്ചു. ഈ സമയം വിക്രം വേദയെ ഫോണിൽ വെക്കുന്നുണ്ട്. അവൾ ഫോൺ എടുക്കുമെന്ന് അവൻ കരുതിയെങ്കിലും അവൾ കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. രണ്ടുപേരും രണ്ട് മുറിയിലിരുന്ന് പരസ്പരം ഓർത്തോർത്ത് വിഷമിക്കുകയാണ്. അടുത്ത ദിവസം വരുണും ദീപ്തിയും വിക്രമിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നു. വേദയുടെ ഈ ഒരു മാറ്റത്തിന് ആരെങ്കിലും അവളെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് വരുൺ സംശയം പ്രകടിപ്പിച്ചു. ശ്രീനിവാസിന്റെ കോളുകൾ അവളുടെ ഫോണിൽ വരുന്നത് കണ്ട കാര്യം ദീപ്തി വിക്രമനോട് പറയുന്നുണ്ട്. ശ്രീകാന്തും ഇതിന് പിന്നിലുണ്ടോ എന്നും അവർ സംശയിച്ചു. MLA വാസവനും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. വേദ സ്വന്തം ഇഷ്ടപ്രകാരമല്ല വീട് വിട്ടു പോയത് എന്നും ശ്രീകാന്ത് അവളെ ഭീഷണിപ്പെടുത്തിയെന്നും ദീപ്തി വാസവനോട് പറഞ്ഞു. ശ്രീകാന്ത് തൻ്റെ മകനെ കൊണ്ട് അനിയത്തിയെ കല്യാണം കഴിപ്പിക്കാം എന്ന് പറഞ്ഞ് തന്നെ ചതിക്കുവാണോ എന്ന് വാസവൻ സംശയിക്കാൻ തുടങ്ങി. ഓഫീസിൽ ചെന്ന് ശ്രീകാന്തിനെ കണ്ടപ്പോൾ വിക്രമിനെ കൊല്ലാൻ വാസവന്റെ സഹായം അയാൾ ചോദിച്ചു. ഇത് കേട്ട് വാസവന് കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യമായി. വിക്രം സത്യങ്ങൾ തെളിയിക്കുമെന്ന് പേടിച്ചിട്ടാണ് ശ്രീകാന്ത് അവനെ ഇല്ലാതാക്കാൻ നോക്കിയത് എന്ന് അയാൾക്ക് മനസ്സിലായി. വിക്രം വീണ്ടും വേദയെ വിളിക്കാൻ പോവുകയാണ് വീട്ടുകാരോടൊന്ന് പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും അവരുടെ വീട്ടിലേക്ക് ഒരു വക്കീൽ നോട്ടീസ് വന്നു. അത് ഡിവോഴ്സ് നോട്ടീസായിരുന്നു. അത് കണ്ട് സുധാകരൻ മാഷും കമലയും ആകെ ഞെട്ടിപ്പോയി. സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്ന വിക്രം അത് വായിച്ചതോടുകൂടി ആകെ തകർന്നു നിൽക്കുകയാണ്. വേദയിൽ നിന്നും ഇങ്ങനെ ഒരു ഡിവോഴ്സ് നോട്ടീസ് വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവരുടെ സമ്മതത്തോടു കൂടിയാണോ ഇത് അയച്ചതെന്ന് വിശ്വസിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. അതേസമയം ശ്രീകാന്ത് വേദയെ കണ്ടു സന്തോഷ വാർത്ത അറിയിച്ചു. വിക്രമിൻ്റെ വീട്ടിലേക്ക് ഡിവോഴ്സ് നോട്ടീസ് പോയിട്ടുണ്ട് എന്ന്. ഇനി നീ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകില്ല എന്നും അയാൾ പറഞ്ഞു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ദർശനമായിട്ടുള്ള വിവാഹം നടക്കില്ല എന്ന് വേദ തീർത്തും പറയുന്നുണ്ട്. എന്നാൽ ദീപ്തിക്ക് ഇതിൽ ഒരു പന്തികേട് തോന്നി. വിക്രമിനെയും വരുണിനെയും കണ്ട് ചേച്ചി കരയുകയായിരുന്നു എന്നും ആരും അവളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. വിക്രമിൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ആരാണോ അവർ തന്നെയായിരിക്കും വേദയെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് ദീപ്തിക്ക് സംശയമുണ്ടായിരുന്നു. വാസവൻ വിക്രമിനെ തടഞ്ഞു നിർത്തി ശ്രീകാന്ത് തന്നെ കൊല്ലാൻ കൊട്ടേഷൻ തന്ന വിവരവും അറിയിച്ചു. നിന്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ശ്രീകാന്താണെന്നും അത് തെളിയിക്കാൻ നോക്കണമെന്നും അയാൾ പറഞ്ഞു. വിക്രം ഉടനെ തന്നെ തൻ്റെ കൂട്ടുകാരുമായി ചേർന്ന് ഒരു തീരുമാനമുണ്ടാക്കി. അവർ ശ്രീകാന്തിൻ്റെ ഭാര്യ വർഷയെ തട്ടിക്കൊണ്ടുപോയി ഒരു ഗോഡൗണിൽ കെട്ടിയിട്ടു. വിക്രം ശ്രീകാന്തിനെ വീഡിയോ കോൾ ചെയ്തു കാണിച്ചു കൊടുത്തു. പേടിച്ചു പോയി ശ്രീകാന്ത് വിക്രം പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ വെച്ച് വിക്രം അയാളെ നല്ലപോലെ പെരുമാറി. വർഷയോട് നിന്റെ കള്ളത്തരങ്ങളൊക്കെ പറയുമെന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്ത് എല്ലാ സത്യങ്ങളും പറഞ്ഞു. മാഷിനെ തട്ടിക്കൊണ്ടുപോയതും വേദയെ ഭീഷണിപ്പെടുത്തിയതും ഡിവോഴ്സ് നോട്ടീസ് ഒപ്പിടിച്ചതും എല്ലാം കുറ്റവും സമ്മതിച്ചു. അതെല്ലാം വിക്രം ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ വിക്രം വേദയുടെ വീട്ടിലേക്ക് ചെന്നു. തെളിവുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് എല്ലാവരെയും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ശ്രീകാന്ത് സത്യം പറയുന്ന ആ വീഡിയോ കാണിച്ചു കൊടുത്തു. എന്നാൽ തൻ്റെ മകൻ്റെ ചതി അറിഞ്ഞ ശങ്കരനാരായണ പത്മവും ആകെ ഞെട്ടിപ്പോയി. ശ്രീകാന്ത് ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നു എന്നവർ ചിന്തിച്ചുപോയി. വീഡിയോ കണ്ടതോടുകൂടെ തന്നെ വേദയ്ക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി. എന്തായാലും തൻ്റെ വേദയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് വിക്രം പറഞ്ഞു. വിക്രം വേദയെ ചേർത്ത് പിടിച്ചു. അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി. തന്നെ രക്ഷിച്ച വിക്രമത്തോട് ക്ഷമ ചോദിക്കുന്നെന്ന വേദ അവനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ വേദയെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വിക്രം വേദയുടെ കൈ പിടിച്ചു പടി കടന്നു വരുന്നത് കണ്ട് കമലയും മാഷും ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. വേദയെ കണ്ടതും കമലമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ കുട്ടി തിരിച്ചു വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അവളെ കെട്ടിപ്പിടിച്ചു. വേദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കമലമ്മയുടെ തോളിലേക്ക് ചാഞ്ഞു. ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന ആ ഭാരം എല്ലാം ആ നിമിഷം ഇല്ലാതായി. മാഷി വിക്രമിൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. നീ ജയിച്ചു മോനെ. സത്യം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ആശ്വസിപ്പിച്ചു. എന്നാൽ ഇതൊക്കെ നടക്കുന്ന സമയത്ത് വീടിനുള്ളിൽ നന്ദിനി ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. വിക്രം വേദയും അവിടെ വന്നത് അവൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എല്ലാം കണ്ടു നിന്നു. ഇനി എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വിനായകനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. തൻ്റെ ചതികൾ ഓരോന്നായി പൊളിഞ്ഞതോടെ നന്ദിനി പതുക്കെ പിൻവാങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ വിക്രം ശ്രീനിവാസിൻ്റെ ഓഫീസിലേക്ക് ചെന്നു. പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും രേഖകളും എല്ലാം അയാളുടെ മുന്നിൽ വെച്ചു നീട്ടി. വിക്രം ആ പഴയ ഗുണ്ടയല്ല സാർ. ഇനി എനിക്ക് എൻ്റെ കുടുംബവും സമാധാനവുമാണ് വലുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശ്രീനി സാർ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. വിക്രമിൻ്റെ ഈ മാറ്റം നാട്ടുകാരും പാർട്ടിക്കാരും അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്.
അതേസമയം ശ്രീകാന്തിൻ്റെ വീട്ടിൽ വലിയ തർക്കങ്ങൾ നടക്കുകയായിരുന്നു. ശങ്കരനാരായണൻ ശ്രീകാന്തിൻ്റെ വീട്ടിൽ നിന്നും പുറത്താക്കി. സ്വന്തം അനിയനെ ചതിച്ച നിന്നെപ്പോലൊരു മകൻ എനിക്കിനി ആവശ്യമില്ല എന്ന് ശങ്കരനാരായണൻ ദേഷ്യത്തോടെ പറഞ്ഞു. വീട്ടിലെത്തിയ വിക്രം വേദയെ മുറിയിലേക്ക് വിളിച്ചു. അവൻ അവളുടെ കഴുത്തിലെ താലി ഒന്നുകൂടെ ശരിയാക്കി കൊടുത്തു. വേദ, എന്തിനാണ് നീ ഇത്രയും കാലം ഇത് സഹിച്ചത്? എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ എന്ന് അവളോട് പറയുന്നുണ്ട്. വേദ വിക്രത്തിൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. നിങ്ങളെയും അച്ഛനെയും നഷ്ടപ്പെടുന്നു എന്ന പേടിയായിരുന്നു എനിക്ക്. എന്നാലും എനിക്കറിയാമായിരുന്നു വിക്രമേട്ടൻ എന്നെ തേടി വരുമെന്ന്. വിക്രം അവരെ ചേർത്ത് പിടിച്ചു. വരുണും ദീപ്തിയും അവരെ കാണാൻ വന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിരുന്നു സദ്യ കഴിച്ചു. സുധാകരൻ മാഷിൻ്റെ തിരോധാനമുണ്ടാക്കിയ വേദന പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങി. വിക്രം തൻ്റെ പഴയ വർക്ക്ഷോപ്പ് പുതുക്കി പണിയാൻ തീരുമാനിച്ചു. വേദ തൻ്റെ ജോലിയിൽ വീണ്ടും ആക്റ്റീവായി. ഇനിയെല്ലാം സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. പവിത്രം കുടുംബത്തിലുണ്ടാകാൻ പോകുന്നു. എല്ലാവരും സബ് ചെയ്യണേ.